ഹലോ വെൽക്കം എവ്രി വൺ. ഇത് നമ്മളൊരു സൂപ്പർ യമ്മി ആൻഡ് സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നോക്കാൻ പോണത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കണേ, അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ പ്രൊസീജിയർ മനസ്സിലാവുള്ളൂ. നമുക്ക് ആദ്യം ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണേ. അതിന് വന്നിട്ട് 1.5 കപ്പാണ് ഷുഗർ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ഷുഗർ നിങ്ങൾ എടുത്തോളേ. ഞാൻ ഇവിടെ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ ഷുഗർ എല്ലാം ഒന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് ഒന്ന് ബോയിൽ ആവാൻ തുടങ്ങട്ടെ. ഇനി കുറച്ച് ബോയിലായാൽ ഇത് കൺസിസ്റ്റൻസി തിക്കാവും. ഇനി ഒരു 2 to 3 minutes ബോയിൽ ആവാൻ തുടങ്ങിയാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി നന്നായിട്ട് തിക്കാവും കേട്ടോ. അപ്പോൾ നമ്മൾ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ക്രിസ്റ്റലൈസ് ആവില്ല. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. കുറച്ച് ഈ ഡിഷിന് വേണ്ടി ഇതുപോലെ തിക്കാവണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂൺ ലെമൺ മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണേ. ഇത് റൂം ടെമ്പറേച്ചറിൽ വന്നാൽ കുറച്ചും കൂടി തിക്കാവും. ഇപ്പോൾ നമ്മളുടെ ഷുഗർ സിറപ്പ് റെഡിയായി. ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു ഡോ ഉണ്ടാക്കുക. അതിന് 2 കപ്പാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും എടുക്കാം നിങ്ങൾ. കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ബേക്കിംഗ് സോഡ ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് 1 സ്പൂൺ വെച്ച് എല്ലാം മിക്സ് ആക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ പാനിൽ വന്നിട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ക്യൂബ്സിൽ 5 to 6 ക്യൂബ്സ് ഓഫ് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ആ ബാറ്ററിൽ ഒഴിച്ച് കൊടുക്കണേ. നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ ഗീ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങി. ഞാനിവിടെ 5 to 6 ക്യൂബ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക. നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നമ്മളുടെ സ്വീറ്റ് ബാദുഷ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ ഒരു 1/4 കപ്പാണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. തൈര് വന്നിട്ട് ആ സ്വീറ്റിന് ഒരു പുളിപ്പ് തരും. വളരെ മൈൽഡായിട്ടുള്ള ഒരു പുളിപ്പാണ്. ആ സ്വീറ്റിന് അത് ആവശ്യമുള്ളതാണ് തൈര്. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ ബട്ടർ, അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല ചൂടായിട്ടുള്ളതാണ്. മെല്ലെ മെല്ലെ മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്കൊരു ചപ്പാത്തീൻ്റെ ഡോ പോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു റഫ് ഡോ ആണ് വേണ്ടത്. നല്ല സ്മൂത്തായിട്ടുള്ള ഡോ വേണ്ട, ജസ്റ്റ് ഒന്ന് റഫായിട്ടുണ്ടാവണം ഈ ഡോ. സ്മൂത്തായിട്ട് ഉണ്ടാവാൻ പാടില്ല. ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോഴാണ് അതിൻ്റെ ടെക്സ്ചർ, ഈ സ്വീറ്റിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് വരാം. ഇതുപോലെ ഞാൻ ഹോൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹോൾ വേണ്ടെങ്കിൽ ഹോൾ വേണ്ട, ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമ്മളുടെ ബാദുഷാൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇവിടെ എടുത്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഞാൻ 2 കപ്സാണ് എടുത്തിട്ടുള്ളത്. അതിൽ വന്നിട്ട് ഇത്രയുള്ള സൈസിൽ അത്യാവശ്യം വലിയ സൈസാണ് 8 ബാദുഷാണ് കിട്ടിയിട്ടുള്ളത് എനിക്ക്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര മൈദയോ അത്ര ക്വാണ്ടിറ്റി ഷുഗർ സിറപ്പും ഉണ്ടാക്കണം കേട്ടോ. ക്വാണ്ടിറ്റി കൂടുതലാക്കി അതിനനുസരിച്ച് മാവും ഷുഗർ സിറപ്പ് കൂട്ടണേ. ഇപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളത് കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വെക്കാം. നിങ്ങൾക്ക് ഏത് കുക്ക് ചെയ്യണോ അത്. ഇപ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു ഡോൻ്റെ പീസ് ഇട്ടിട്ട് അത് ജസ്റ്റ് ക്രിസ്പി ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയതാണ്. നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടാവാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുക പൊരിക്കാനായിട്ട്. ഇത് നന്നായിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിക്കാൻ. ഇല്ലെങ്കിൽ ഇത് മോൾ ഭാഗം എല്ലാം ക്രിസ്പി ആയിപ്പോൾ അകത്ത് വന്നിട്ട് പച്ചയായിട്ടുണ്ടാവും, വെന്തിട്ടുണ്ടാവില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ മെല്ലെ തിരിച്ചു മറിച്ചു ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് സാവധാനത്തിൽ പൊരിച്ചെടുക്കണേ. ഇത് വളരെ ഈസിയാണ്. വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കുട്ടികൾക്കെല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നമുക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണിത്. ഇത് 1 വീക്കെല്ലാം നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ആക്കാൻ പറ്റും. ഇതുപോലെ നല്ല ബൗൺസ് ആയിട്ടുണ്ടാവും നമ്മളുടെ ബാദുഷ. ഇത് റഫായിട്ട് കുഴക്കണം കേട്ടോ മാവ്. ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞ പോലെ അപ്പോഴാണ് ഇതിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് വരാം. നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട കൊടുത്താണ് ഇത് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്
തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണേ. ഇത് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണേ. അപ്പോഴേ അത് ഉള്ളിൽ നമ്മൾ തിക്കായിട്ടുണ്ടല്ലോ നമ്മളുടെ ബാറ്റർ, അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കും. അത് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്താലേ അത് നന്നായിട്ട് ഉള്ളിൽ കുക്കാവുള്ളൂ. ഇതാ ഇപ്പോൾ നമ്മളുടെ ബാദുഷ വന്നിട്ട് നന്നായിട്ട് കുക്കാവാൻ തുടങ്ങി, നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ ബാദുഷ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത് വന്നിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അതാണ് നിങ്ങൾക്ക് കാണുന്നത് വീഡിയോയിൽ. ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക, നമുക്ക് ഒരു പ്രശ്നമില്ല. കുറച്ച് തണുത്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഇത് ഇട്ട് കൊടുത്തുമ്പോഴേക്കും. അപ്പോൾ നമ്മളുടെ ഈ ബാദുഷ വന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പിൽ ട്രാൻസ്ഫർ ആക്കി കൊടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ബാദുഷ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. നിങ്ങളുടെ അഭിപ്രായ കമൻസിൽ അറിയിക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് ചെറിയ ചെറിയ കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടീസ് അല്ലെങ്കിൽ ഒരു ചെറിയ വീട്ടിലത്തെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ സ്വീറ്റ് ഉണ്ടാക്കി കൊടുത്താൽ ഹോം മെയ്ഡ് സ്വീറ്റ് ഗസ്റ്റൊക്കെ നല്ല ഹാപ്പി ആയിട്ടിരിക്കും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. വളരെ സിമ്പിളാണ്, ലെസ് ഇൻഗ്രീഡിയൻസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. നിങ്ങൾക്ക് മൈദാൻ്റെ പകരം വീറ്റ് ഫ്ലോർ ആട്ടയോ ഇതേപോലെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് സെയിം പ്രൊസീജിയറാണ്. നമ്മളുടെ യമ്മി ആൻഡ് ടേസ്റ്റി ബാദുഷ സ്വീറ്റ് ഇവിടെ റെഡിയാണ്. ഇത് കുട്ടികൾക്കും അഡൾട്ട്സിനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മുകളിൽ വന്നിട്ട് ഞാൻ ആൽമണ്ട്സ് ബാദാമാണ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ ഗാർണിഷ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട് വേണമെങ്കിൽ എടുത്ത് ഗാർണിഷ് ചെയ്യാം. ഇതാ നോക്കിക്കോളൂ, നമ്മളുടെ ടെക്സ്ചർ കണ്ടാൽ ഷൈനി ടെക്സ്ചർ നല്ല സൂപ്പർ ആൻഡ് യമ്മി അടിപൊളിയാണ്. മേലെ ക്രിസ്പിയും ഉള്ളിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.